ദെൻ 170 ലിറ്റർ ഗ്ലോമറുകൾ ഫിൽട്രേറ്റിൽ നിന്നുണ്ടാകുന്ന മൂത്രത്തിന്റെ അളവ് എത്രയാണ്? ഇതൊക്കെ PYQ ആണ് കേട്ടോ. അളവ് എത്രയാണ്? 1.5 ലിറ്റർ ആണ് കേട്ടോ. ദെൻ പ്രകാശ സംശ്ലേഷ സമയത്ത് പുറന്തള്ളുന്ന ഓക്സിജന്റെ ഉറവിടം ഏതാണ്? ഏതാണ് ആൻസർ വരിക? ഏതാണ്? ജലമാണ് കേട്ടോ. ജലമാണ്. ദെൻ ചുവടെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? പ്രകാശ സംശ്ലേഷണം ഏറ്റവും കുറവ് നടത്തുന്ന പ്രകാശം മഞ്ഞയാണ് എന്ന് പറയുന്നു. ശരിയാണ് അല്ലെ. ദെൻ അന്നജത്തെ നിർമ്മാണ സമയത്ത് സസ്യങ്ങൾ സ്വീകരിക്കുന്ന വാതകമാണ് ഓക്സിജൻ എന്ന് പറയുന്നു. വാതകം ഓക്സിജൻ ആണോ? അല്ല. ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ദെൻ അന്നജ നിർമ്മാണ സമയത്ത് പുറന്തള്ളപ്പെടുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ് പറയുന്നു. അത് തെറ്റാണ്. തിരിച്ചാണ് പറഞ്ഞത്. ഓക്സിജൻ ആണ്. ക്ലിയർ ആണോ? സസ്യങ്ങൾ ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതകമാണ് ഓക്സിജൻ എന്ന് പറയുന്നു. ശരിയാണ്. അപ്പൊ 1ഉം 4ഉം മാത്രമാണ് ശരി അല്ലെ. 1ഉം 4ഉം മാത്രമാണ് ശരി. ക്ലിയർ ആണോ? ഓപ്ഷൻ ഡി വരും അല്ലെ. ഓപ്ഷൻ ഡി വരും. 1ഉം 4ഉം മാത്രമാണ് ശരി. 76ാമത്തെ ചോദ്യം. ATPയിലെ ഊർജം ഉപയോഗിച്ച് ഹൈഡ്രജനെ കാർബൺ ഡൈ ഓക്സൈഡുമായി ചേർന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്ന പ്രവർത്തനം എവിടെയാണ് നടക്കുന്നത്? എവിടെയാണ് നടക്കുന്നത്? ഓപ്ഷൻ ഡി സ്ട്രോമയാണ് കേട്ടോ. സ്ട്രോമനയല്ല. ഓപ്ഷൻ ഡി സ്ട്രോമയാണ്. ഏതാണ്? സ്ട്രോമയാണ്. ചുവടെ തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡി ഏത്? ഒരേ കോശത്തിൽ നിന്നും രൂപപ്പെട്ടതും ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നതുമായ സമാന കോശങ്ങളുടെ കൂട്ടമാണ് കലകൾ എന്ന് പറയുന്നു. ആണോ? ആണ് അല്ലെ. ശരിയാണ് അല്ലെ. ദെൻ സസ്യങ്ങൾ ഏകകോശ ജീവികളും വിവിധ ഇനം കലകളുമുണ്ട്. തെറ്റാണ് അല്ലെ. എന്താണ്? ബഹുകോശ ജീവികൾ അല്ലേ. അപ്പൊ അത് ഓപ്ഷൻ ബി തെറ്റാണ്. സിക്താണ്ഡം എന്ന ഒറ്റ കോശത്തിൽ നിന്ന് രൂപം പ്രാപിച്ചതാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നു. സിക്താണ്ഡം തുടർച്ചയായി വിഭജിച്ച് ആകൃതിയിലും വലിപ്പത്തിലും ഉള്ളടക്കത്തിലും വ്യത്യസ്തമായ കോശങ്ങൾ ചേർന്ന് ഭ്രൂണമായി മാറുന്നു. ഏതാണ് ശരി മക്കളെ? 77. ഏതാണ് തെറ്റ്? ഏതാണ്? എയും സിയും ഡിയും ശരിയാണ്. ബി മാത്രമാണ് തെറ്റ് കേട്ടോ. ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനും ഏകോപിപ്പിക്കുന്നതിനും ശരീരത്തിനകത്തും പുറത്തും ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ സഹായിക്കുന്ന കോശങ്ങൾ ഏത്? ഏതാണ്? നാഡീകല അല്ലെ. നാഡീകലയാണ്. ആവരണകല എന്താണ്? ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നതാണ് അല്ലെ. അല്ലെ. ഓക്കെ. പേശികല ശരീരചലനം സാധ്യമാക്കുന്നത്. യോജകല തന്നെയാണ്. അപ്പൊ ഓപ്ഷൻ ബി നാഡീകലയാണ്. ദെൻ ചേരുംപടി അങ്ങോട്ട് ചേർക്കുക. ചേരുംപടി ചേർക്കുക. ഇങ്ങനെയാ വരിക. ഒന്നാമത്തെ പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന ബി ആണ് അല്ലെ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? രണ്ടാമത്തെ ഏതാ വരിക? പരസ്പരം ബന്ധിക്കുന്ന സ്നായുക്കളാണ്. 3 ക്ലിയർ ആണോ? ഏതാ വരിക? ഓപ്ഷൻ 1 ബി, 2 സി, 3 എ. ക്ലിയർ ആണോ? വിത്തും വളവും എല്ലാം പുറമേ നിന്ന് കൃഷിയിടത്തേക്ക് വരുന്ന രീതി അറിയപ്പെടുന്നത് ഏതാ വരിക? ഓപ്ഷൻ ബി ആണ് വരിക. ഓപ്ഷൻ ബി ആണ് അല്ലെ. ഓപ്ഷൻ ബി ആണ് വരിക. ഫെർട്ടിഗേഷൻ എന്താണ്? ഫെർട്ടിഗേഷൻ വെള്ളവും വളവും കണികാരൂപത്തിൽ ട്രിപ്പുകളിലൂടെ തരുന്നതാണ് ഫെർട്ടിഗേഷൻ എന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. ലൈസ എന്താണ്? ലോ എക്സ്റ്റേണൽ ഇൻപുട്ട് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ അല്ലെ. ലൈസ ആണെങ്കിൽ അല്ലെ ഇൻപുട്ട് സസ്റ്റൈനബിൾ ആണോ? അതെ. നോ എക്സ്റ്റേണൽ ഇൻപുട്ട് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ ആണ് നെയ്സ എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. 81ാമത്തെ ചോദ്യം. ചേരുംപടി ചേർക്കുക. ഏതാ ആൻസർ വരിക? ചേരുംപടി ചേർക്കുക.
ഏതാ വരിക? 1. ഫിസിക്കൾച്ചർ എന്താണ്? അല്ലേ? ഒന്നാമത്തെ ഏതാണ്? 1 ബി ആണ്, രണ്ടാമത്തെ ഡി ആണ്, മൂന്നാമത്തെ എ ആണ്, നാലാമത്തെ സി ആണ്. ക്ലിയർ ആണോ? 1 ബി അല്ല, 1 സി, 2 ഡി, 3 എ, 4 സി. ക്ലിയർ ആണോ? ഓപ്ഷൻ ഏതാ വരിക? ബി ആണ് വരിക. ക്ലിയർ ആണോ? ഓപ്ഷൻ നോക്കണ്ട, ഓപ്ഷൻ നോക്ക് നിങ്ങൾ വേണ്ട. കേന്ദ്ര സർക്കാർ മഹിളാ കിസാൻ ദിവസ് ആയി ആചരിക്കുന്ന ഏത് ദിവസമാണ്? ഒക്ടോബർ 15 ആണ്. ഒക്ടോബർ 15 ആണ് കേട്ടോ. ചുവടെ തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡി ഏത്? ഡിസംബർ 23 ദേശീയ കർഷക ദിനമാണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക കേട്ടോ. പിന്നെ കർഷക ദിനം ചിങ്ങം 1 ആണ്. ജൂൺ 5 എന്താണ്? പരിസ്ഥിതി ദിനമാണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക കേട്ടോ. 83ാമത്തെ ചോദ്യം ഏതാണ്? തെറ്റായ ജോഡി എന്താണ്? ഡി ആണ് അല്ലെ? എന്താണ്? മികച്ച പച്ചക്കറി കർഷകൻ കർഷഭാരതിയാണോ? അല്ല, ഹരിതമിത്രയാണ് കേട്ടോ. അപ്പൊ ബാക്കിയെല്ലാം ശരിയാണ്. കർഷക ഭാരതി എന്താണ്? ഫാം ജേർണലിസ്റ്റ് അല്ലെ? ഫാം ജേർണലിസ്റ്റ് ആണ്. പയർ, മരച്ചീനി എന്നിവയുള്ള മൊസൈക് രോഗത്തിന് കാരണമാകുന്ന സൂക്ഷ്മജീവി ഏതാണ്? സൂക്ഷ്മജീവി എന്താണ്? വൈറസ് ആണ് അല്ലെ? ഓപ്ഷൻ ബി വൈറസ് ആണ്. ഏതാണ്? ഓപ്ഷൻ ബി വൈറസ് ആണ്. നെൽച്ചെടിയുടെ ഇത് ബ്രൈറ്റ് രോഗത്തിന് കാരണം നെൽച്ചെടി ബ്രൈറ്റ് രോഗമാണെങ്കിൽ ബാക്ടീരിയ കേട്ടോ. പിന്നെ വാഴയില് ഈ കുറുനാമ്പ് രോഗം എന്നൊക്കെ പറയില്ലേ, അതേതാണ്? വൈറസ് ആണ്. പിന്നെ കുരുമുളകിന്റെ ദ്രുതവാട്ടം ഫംഗസ് ആണ് കേട്ടോ. പിന്നെ ആധുനിക ഇക്കോളജിയുടെ പിതാവ് ഇക്കോളജിയാണ് കേട്ടോ. ആധുനിക ഇക്കോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? യൂജിൻ പി ഓഡം. ഓപ്ഷൻ സി ആണ് കേട്ടോ. ഇക്കോളജിയുടെ പിതാവ് ആരാണ്? അലക്സാണ്ടർ വോൺ ഹംബർട്ട് ആണ് ഇക്കോളജിയുടെ പിതാവ് എന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇക്കോളജി എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചാണ് ഏണസ്റ്റ് ഹെക്കൽ. ക്ലിയർ ആണോ? പിന്നെ ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്ര പിതാവാണ് ആര്? മിശ്ര എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? 4 ഓപ്ഷൻ ക്ലിയർ ആണോ? മനസ്സിലായോ? ഒരിക്കൽ കൂടി പറയണോ? വേണ്ട. സംരക്ഷിത ജൈവ മണ്ഡലം പദവി ലഭിക്കുന്നത് ഇന്ത്യയിലെ 10ാമത്തെ ജൈവ മണ്ഡലം ഏതാണ്? ഏതാണ്? അഗസ്ത്യമല കേട്ടോ. ഓപ്ഷൻ സി ആണ്. നൈട്രജൻ സംയുക്തങ്ങളെ വിഘടിപ്പിച്ച് അന്തരീക്ഷത്തിലേക്ക് നൈട്രജൻ സ്വതന്ത്രമാക്കുന്ന ബാക്ടീരിയ ഏത്? ഏതാണ് ബാക്ടീരിയ? ഏതാണ്? ഓപ്ഷൻ ബി ആണ്. സ്യൂഡോമോണാസിസ് അല്ലെ? ഓക്കെ, അടുത്ത് ചുവടെ തന്നിരിക്കുന്നതിൽ മൈലിൻ ഷീറ്റിന്റെ ധർമ്മം അല്ലാത്തത് ഏത്? അല്ലാത്തത് ഏത്? ആക്സോണിന് പോഷക ഘടകങ്ങൾ ഓക്സിജൻ എന്നിവ നൽകുന്നു. ശരിയാണോ? ശരിയാണ് അല്ലെ? അവയവങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുന്നു. ശരിയാണ്. കോശത്തിൽ നിന്നും അവയവങ്ങളെ പുറത്തേക്ക് തള്ളുന്നു. ആണോ? അല്ല, അത് ആക്സോൺ ആണ് കേട്ടോ. ഓപ്ഷൻ സി തെറ്റാണ് അല്ലെ? ബാഹ്യക്ഷതങ്ങളിൽ നിന്നും ആക്സോണിനെ സംരക്ഷിക്കുന്നു. അത് ശരിയാണ്. ഏതാണ്? സി മാത്രമാണ് തെറ്റ്. ഏതാണ്? സി മാത്രമാണ് തെറ്റ്. അത് ആക്സോൺ ആണ് ആൻസർ. ക്ലിയർ ആണോ?
മസ്തിഷ്കത്തിന്റെ നാഡീകലകൾ അലേയമായ ഒരു തരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നത് മൂലം ന്യൂറോണുകൾ നശിക്കുകയും ചെയ്യുന്ന രോഗാവസ്ഥ ഏതാണ് മക്കളെ? ഏതാണ്? അൽഷിമേഴ്സ് ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. ദെൻ മനുഷ്യരിലെ റിലേസ്റ്റേഷൻ ആയിരിക്കുമല്ലോ. റിലേസ്റ്റേഷൻ ആണ് കേട്ടോ. റിലേസ്റ്റേഷൻ എന്നറിയപ്പെടുന്നത് തലാമസ് ആണ്. ഏതാണ്? തലാമസ് ആണ്. ചുവടെ തന്നിരിക്കുന്നതിൽ ചുവടെ തന്ന സിമ്പറ്റിക് വ്യവസ്ഥയുടെ ധർമ്മം അല്ലാത്തത് ഏത്? ഏതാണ്? കണ്ണിലെ പ്യൂപ്പൽ വികസിക്കുന്നു, ഉമിനീർ ഉൽപാദനം കുറയുന്നു, ഹോർമോൺ ഉൽപാദനം കുറയുന്നു. ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലാത്തത്. അല്ലെ? ദെൻ ചുവടെ തന്നിരിക്കുന്ന തെറ്റായ ജോഡി ഏത്? തെറ്റായ ജോഡി ഏത്? പേശികൾ കാണുന്ന മാംസമാണ് മയോസിൻ എന്ന് പറയുന്നത് ശരിയാണ്. അസ്ഥികളെയും പേശികളും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗമായ ടെൻഡോൺ കൊളോജൻ ആണ്. ശരിയാണ്. കൊമ്പ്, നഖം, മുടി എന്നിവയുടെയാണ് ഓവൽ ബുമിൻ ആണോ? അല്ല, അത് തെറ്റാണ്. അതെന്താണ്? കോഴിമുടിയുടെ വെള്ളയിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യമാണ് ഏത്? ഓവൽ ബുമിൻ. ഓപ്ഷൻ സി തെറ്റാണ്. അല്ലെ? ദെൻ പാലിലാണെങ്കിൽ കേസിൻ. ക്ലിയർ ആണോ? ഓപ്ഷൻ സി മാത്രമാണ് തെറ്റ്. ദെൻ ചേരുംപടി ചേർക്കുക. ഏതാ വരിക? പെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ആൻസർ ആണല്ലേ. ഏതാണ്? ഓപ്ഷൻ ഏതാ വരിക? ഓപ്ഷൻ എ അല്ലേ വരിക? 1 സി 2 ഡി 3 എ 4 ബി അല്ലെ? ഒന്നാമത്തെ സി ആണ്, രണ്ടാമത്തെ ഡി ആണ്, മൂന്നാമത്തെ എ ആണ്, നാലാമത്തെ ബി ആണ്. അടുത്ത ചോദ്യം. അടുത്തത് 94-ാമത്തെ ചോദ്യം. എന്താണ് 94-ാമത്തെ? ഒറ്റപ്പെട്ടത് ഏത്? ഒറ്റപ്പെട്ടത് ഏത്? ഒറ്റപ്പെട്ടത് ഏതാണ്? ഓപ്ഷൻ ഏതാ വരിക? പ്രൊലാക്റ്റിൻ വരുമോ? 94. ഓപ്ഷൻ ഡി ഓക്സിഡോസിൻ ആണ് അല്ലെ? ദെൻ കുട്ടികളിലെ ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്ന ഹോർമോണായ തൈറോക്സിന്റെ കുറവ് മൂലം കുട്ടികൾ ബുദ്ധിമാന്ദ്യത്തിനും വളർച്ചാ മരവിപ്പിനും കാരണമാകുന്ന രോഗമാണോ ഏത്? ഓപ്ഷൻ എ ക്രെറ്റിനിസം ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കേട്ടോ. ദെൻ ചേരുംപടി ചേർക്കുക. ചേരുംപടി ചേർക്കുക. ഏതാ വരിക? മുതിർന്നവർക്കാണ് മിക്സിഡിമ, കുട്ടികൾക്കാണെങ്കിൽ ക്രിട്ടിനിസം. ഒന്നാമത്തെ ഏതാ വരിക? ഓപ്ഷൻ ഏതാ വരിക? 1 ഡി ആണ് വരിക അല്ലെ? രണ്ടാമത്തെ
എ വരും, മൂന്നാമത്തെ സി വരും, 4 ബി. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? 97ാമത്തെ ചോദ്യം. തൊണ്ണൂറ്റിയേഴ്. എന്താ തെറ്റ് വരിക അവിടെ നോക്കിയേ. തൊണ്ണൂറ്റിയേഴ്. പെട്ടെന്ന് ആൻസർ ചെയ്തേ. ഓപ്ഷൻ എന്താണ്? ആർ ബി സിയിൽ ആന്റിജൻ എയും ബിയും ഇല്ല. പിന്നെന്താണ്? ഏതാ വരുന്ന ആൻസർ? പ്ലാസ്മയിൽ ആന്റിബോഡി എയും ബിയും ഇല്ല. ഓപ്ഷൻ ബി ആണ് അല്ലെ? ഏതാണ്? ഓപ്ഷൻ ബി അല്ലേ? അല്ല. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കേട്ടോ. സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യ ശരീരഭാഗം ഏതാണ്? ഓപ്ഷൻ സി ട്രക്കിയ ആണ്. ഏതാണ്? ഓപ്ഷൻ സി ട്രക്കിയ ആണ്. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നത് പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. പ്രവർത്തനം നടത്തുന്ന മനുഷ്യ രക്തത്തിലെ ശ്വേത രക്താണുക്കൾ ഏതെല്ലാമാണ്? 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 ഏതാ വരിക? ഓപ്ഷൻ ഏതാ വരിക? ഓപ്ഷൻ ഏതൊക്കെയാണ്? മോണോസൈറ്റും ന്യൂട്രോഫിലും അല്ലേ വരിക? ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ഡി ആണ് വരിക കേട്ടോ. ഓപ്ഷൻ ഡി ആണ് വരിക. 2023 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? എവിടെ വെച്ചാണ്? നമുക്കറിയാം UAE ആണ്. ഓപ്ഷൻ സി ആണ് കേട്ടോ. ഇന്ന് എനിക്ക് നിങ്ങളോട് ചെറിയ ക്ഷമ ചോദിക്കണം. കുറെ തെറ്റുകൾ വന്നു. എനിക്കത് ഭയങ്കര വിഷമം തോന്നി. ഒരു 10 ചോദ്യമൊക്കെയാണ് നമ്മൾ അവർക്ക് ക്ലിയർ ആയിട്ട് വരും. ഒരു 100 ഒരു 5-6 തെറ്റൊക്കെ വന്നപ്പോൾ എനിക്ക് മാനസികമായിട്ട് ടെൻഷൻ തോന്നി. ക്ഷമിക്കുക എന്നോട്. 2-3 1-2 തെറ്റുമ്പോൾ നമ്മളൊക്കെ തമാശ രീതിയിൽ എടുത്തു. ബാക്കി കണ്ടിന്യൂസ് ആ തെറ്റ് വന്നപ്പോൾ എനിക്കിത്, കാരണം ഇന്ന് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ടേ ഇല്ല. അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ ഇട്ട് കൊടുത്തു, പക്ഷെ ആൻസറോ ചെക്ക് ചെയ്യാനോ ഒന്നും നിന്നില്ല ഞാൻ. അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചു പോവാ. എനിക്ക് എന്തോ ഒന്ന് ഭയങ്കര ടെൻഷൻ കയറി മൈൻഡില്. നമ്മൾ തെറ്റുകളൊക്കെ ക്ലിയർ ആക്കിയിട്ടാണ്, ഒരു തെറ്റ് പോലും ഞാൻ അവിടെ പറഞ്ഞിട്ടില്ല. എല്ലാം ക്ലിയർ ആക്കിയിട്ടാണ്. ഓപ്ഷൻസിലൊക്കെ തെറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. ക്ഷമിച്ചു പോവുക കേട്ടോ.